കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നമ്മൾ അവസാനം നോക്കുന്ന ടോപ്പിക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നും അതെങ്ങനെ ഫോം ചെയ്യുന്നുവെന്നും ടൈപ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അടുത്ത നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്നാണ്. ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്നാണ്. അതായത് ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങൾ ചേർന്ന് വരുന്ന മോളിക്യൂൾസിന്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ് MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ അറിയാം. 1s 2s 2p 3s 3p എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഓർഡർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. 30 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ക്രോമിയവും കോപ്പറും വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കണം എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും. വളരെ സിമ്പിൾ ആണ്, കാര്യം മനസ്സിലാക്കി വെക്കണം, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം. അതിനകത്ത് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ പോലെ ഒരു ഓർഡർ പഠിക്കാനുണ്ട്. According to AFPA principle. അറിയാലോ AFPA principle? Electrons split in the various atomic orbitals only in the increasing order of energy. എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലെ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? AFPA പ്രിൻസിപ്പിൾ. എനർജി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണം. എനർജി കൂടിയ ഓർബിറ്റിൽ നിന്നും എനർജി കുറഞ്ഞ അറ്റോമിക് ഓർബിറ്റിൽ നിന്നും എനർജി കൂടിയ അറ്റോമിക് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണമെന്ന് AFPA പ്രിൻസിപ്പിൾ പറഞ്ഞു. ആ എനർജിയുടെ ഓർഡർ ആണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇലക്ട്രോണുകളുടെ എണ്ണം 14 വരെ വരുമ്പോൾ അപ് ടു 14 ഇലക്ട്രോൺസ്. നമ്മുടെ മോളിക്യൂളില് ഇലക്ട്രോണുകളുടെ എണ്ണം 14 വരെ വരികയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കുക സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ഞാൻ നേരത്തെ പറഞ്ഞു ബോണ്ടിങ്ങിന് എനർജി കുറവല്ലേ, ആന്റി ബോണ്ടിങ്ങിനേക്കാൾ. ഇപ്പൊ എനർജി കുറഞ്ഞ ആദ്യം വരയ്ക്കണം. ദെൻ സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. ദെൻ pi 2px equal to pi 2py. Then sigma 2pz. Then പഠിക്കേണ്ടത് pi star 2px equal to pi star 2py. Then sigma star 2pz. ഇതാണ് ഓർഡർ. ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇത് ബോണ്ടിങ്, സ്റ്റാർ ഉള്ളതെല്ലാം ആന്റി ബോണ്ടിങ്. ബോണ്ടിങ് ആദ്യം എഴുതണം, കാരണം എനർജി കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതൽ. എനർജി കൂടുന്ന ക്രമത്തിലേക്ക് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ എനർജി കുറഞ്ഞ ആദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊരു കൺഫ്യൂഷൻ വരാം, ഇടയ്ക്ക് എന്തുകൊണ്ട് ഈക്വൽ ടു കൊടുത്തു. ഇവിടെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഒബേ ചെയ്യണം. എന്താ ഹൺസ് റൂൾ എന്ന് പറഞ്ഞാല്, സെയിം എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺ വെച്ച് ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. ഇത് രണ്ടിന്റെയും എനർജി സെയിം ആണെന്ന് സൂചിപ്പിക്കാൻ ഈക്വൽ ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഓരോ ഇലക്ട്രോണുകൾ വെച്ച് ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈക്വൽ ടു കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹൺസ് റൂൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒബേ ചെയ്തിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഓരോ ഓർബിറ്റിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതായത് സിഗ്മ 1s മാക്സ് എത്ര ഉള്ളൂ? 2. സിഗ്മ സ്റ്റാർ 1s മാക്സ് എത്ര ഉള്ളൂ? 2. പൈ 2px മാക്സ് എത്ര ഉള്ളൂ? 2. പൈ സ്റ്റാർ 2px മാക്സ് എത്ര ഉള്ളൂ? 2. പൈ സ്റ്റാർ 2py മാക്സ് എത്ര ഉള്ളൂ? 2. മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. ഈ ഓർഡർ വളരെ ഭംഗിയായി പഠിച്ചു വെച്ചേക്കുക. ഇത് ഇലക്ട്രോണുകളുടെ എണ്ണം 14 വരെ വരുമ്പോൾ, അപ്പൊ 14 കൂടുതൽ വന്നാലോ? ഒരു കുഞ്ഞു വ്യത്യാസം നമുക്ക് നോക്കാം. ഇലക്ട്രോണുകളുടെ എണ്ണം എബോവ് 14 ആയാൽ, അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 14നേക്കാൾ കൂടുതൽ എന്നാൽ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും? AFPA പ്രിൻസിപ്പിൾ അനുസരിച്ച് റൂൾ ഞാൻ പറഞ്ഞുതരാം. നോക്കുക, സിഗ്മ 1s തന്നെയാണ്, വ്യത്യാസമില്ല. ആദ്യ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം സിഗ്മ 1s. അടുത്തത് സിഗ്മ സ്റ്റാർ 1s, വ്യത്യാസമില്ല. സിഗ്മ 2s ഡിഫറൻസ് ഇല്ല. സിഗ്മ സ്റ്റാർ 2s ഇവിടെയും വ്യത്യാസം വരുന്നില്ല. അടുത്ത് ഫില്ല് ചെയ്യേണ്ടത് സിഗ്മ 2pz. അത് കഴിഞ്ഞ് pi 2px equal to pi 2py. Then pi star 2px equal to pi star 2py. Then sigma star 2pz. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഒരു ചെറിയ വ്യത്യാസം എവിടെയൊക്കെയാണ്? ഇതിനെ ഒന്ന് ഇന്റർ കൺവേർട്ട് ചെയ്തിരിക്കുന്നു അല്ലെ. നോക്കിയേ, അപ് ടു 14 ആയിരുന്നത് 2pz ആദ്യം എഴുതി, ബാക്കി അപ്പുറത്തേക്ക് എഴുതി. ഇവിടെ ഒന്നും മാറ്റമില്ല, ബാക്കി എന്തിലൊന്നും മാറ്റമില്ല. ഈ രണ്ട് മാത്രം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. ഇത് ഓർത്ത് വെക്കണം. ഇത് ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ് ടു 14
14 വരെ നമ്മൾ ആദ്യം പറയും, പിന്നെ അത് കഴിഞ്ഞാലേ 14 ശേഷം പറയുള്ളൂ. നമുക്ക് ഇവിടെയാണല്ലോ പ്രശ്നം വരുന്നത്. മാറിപ്പോകാതെ, തിരിഞ്ഞു പോകാതെ നമുക്ക് ഇതൊക്കെ പഠിച്ചു വയ്ക്കാം, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഏത് അപ് ടു 14, എബോവ് 14, അതിന്റെ കൂടി മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഇത്തരം സാധനങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14 വരെ വരുമ്പോൾ, ഇവിടെ കറക്റ്റ് ആൽഫബറ്റിക് ഓർഡർ ഫോളോ ചെയ്യുക. എക്സ് വൈ ഇസഡ്, എക്സ് വൈ. അപ്പൊ അത് തെറ്റിപ്പോകത്തില്ല. ബാക്കിയെല്ലാം വ്യത്യാസമില്ലല്ലോ. ബോണ്ടിങ് ആദ്യം, then ആന്റി ബോണ്ടിങ്. അവിടെ എല്ലാം ഫോളോ ചെയ്യുക. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. Then alphabetic order flow x, y, z. That is pi 2px equal to pi 2py, then sigma 2pz. പിന്നെ അതിന്റെ ആന്റി ബോണ്ടിങ് pi star 2px equal to pi star 2py, then sigma star 2pz. ഇനി 14നേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് വന്നാൽ എന്ത് ചെയ്യും? ആ ആൽഫബറ്റിക് ഓർഡർ മാറ്റി എഴുതുക. ആദ്യം എന്ത് എഴുതുക? z എഴുതുക, പിന്നെ x y എഴുതുക. ഇത് കൃത്യമായി പഠിച്ചു വെച്ചാൽ കാര്യം വളരെ വ്യക്തമായി നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ ഇത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ ബോണ്ടിങ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ കുറച്ച് മോളിക്യൂൾസിന്റെ MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോണ്ടിങ് കണ്ടുപിടിക്കണം. MO ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കണം. നിങ്ങൾ ഫോക്കസിൽ പറയുന്നത് 3 മോളിക്യൂൾസ് ആണ്: ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ. നമുക്ക് ഓരോന്നായി നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ. നമുക്കറിയാം ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകും നമുക്കറിയാം. അപ്പോൾ ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 1 എന്ന് നമുക്കറിയാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുക്കുകയാണ്, ദാറ്റ് ഈസ് 1 1. അറ്റോമിക് നമ്പർ 1 ആകുമ്പോൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോൺ എത്രയാണ്? 1. ഇവിടുത്തെ ഇലക്ട്രോൺ എത്രയാണ്? 1. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? H2 മോളിക്യൂളിനകത്ത് 2 ഇലക്ട്രോണുകൾ. ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺസ് ആണ് ഈ ഹൈഡ്രജൻ മോളിക്യൂളിൽ മൊത്തം ഉള്ളത്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യം ഏതാ ഓർബിറ്റില്? സിഗ്മ 1s. മാക്സ് എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോണേ കൊള്ളത്തുള്ളൂ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? 2 ഇലക്ട്രോൺ കൊള്ളും, 2 ഇലക്ട്രോണേ ഉള്ളൂ. അത് ഫില്ല് ചെയ്ത് അങ്ങോട്ട് ഇടേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോലെ തന്നെയാണ്. എവിടെ വെച്ച് തീരുന്ന അവിടെ വെച്ച് നിർത്തുക. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺ 2 ഉള്ളൂ, 2 ഫില്ല് ആയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡറാണ്. ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ കാണേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അകത്ത് സ്റ്റാർ ഉള്ള ഓർബിറ്റൽസ് എല്ലാം നമുക്കറിയാം ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. അതാണ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ എടുത്താൽ പോരെ. സ്റ്റാർ ഇല്ലാത്തതെല്ലാം ബോണ്ടിങ്. അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ബോണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ്? ഇവിടെ സ്റ്റാർ ഒന്നും ഇല്ല, 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ബോണ്ടിങ് ഇലക്ട്രോൺ 2. ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടോ? വേറെ ഒരു ഓർബിറ്റിലും കാണുന്നില്ല അല്ലേ? ദാറ്റ് ഈസ് 0. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2. എത്ര കിട്ടും? 1. ബോണ്ട് ഓർഡർ നോക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ആദ്യം പറയേണ്ട കാര്യം, ഇവിടുത്തെ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആയതുകൊണ്ട് മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. സിൻസ് ദി ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ്, മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. അതായത് മോളിക്യൂൾ എന്താണ്? സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ്. അവിടെ അറിയേണ്ട കാര്യം, ബോണ്ട് ഓർഡർ 0യോ നെഗറ്റീവോ വന്നാൽ അങ്ങനെ ഒരു മോളിക്യൂളെ കാണത്തില്ല. കാര്യം മനസ്സിലായോ? ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മോളിക്യൂൾ പ്രസന്റ് ആയിരിക്കത്തുള്ളൂ. ബോണ്ട് ഓർഡർ നെഗറ്റീവോ 0യോ വന്നാൽ അങ്ങനെ ഒരു മോളിക്യൂൾ കാണുകയേ ഇല്ല. സിൻസ് ദ ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ്, ദ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. 0യോ നെഗറ്റീവ് അങ്ങനെ മോളിക്യൂൾ കാണത്തില്ല. പിന്നെ പറയേണ്ട കാര്യം, ഇവിടുത്തെ ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട്, സിൻസ് ദ ബോണ്ട് ഓർഡർ ഈസ് 1, ദ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ഈസ് സിംഗിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് എന്താണ്? 1 ആണ്. ഇനി 2 ആയിരുന്നെങ്കിലോ ബോണ്ട് 2 ആയിരിക്കും, ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇനി 3 ആയിരുന്നെങ്കിലോ ബോണ്ട് ഓർഡർ 3, ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ഇടയിലെ ബോണ്ട് എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ചിലപ്പോഴൊക്കെ ബോണ്ട് ഓർഡർ ഫ്രാക്ഷൻ വരാതെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 2.5, 1.5 ഒക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ബോണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ ഇടയിലെ ബോണ്ട് എന്തായിരിക്കും? സിംഗിൾ ബോണ്ട്. 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. മറ്റെന്തെങ്കിലും ആ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു കാര്യം കൂടി പറയാൻ കഴിയണം, ഈ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണോ അതോ ഡയാമാഗ്നറ്റിക് ആണോ? വളരെ സിമ്പിൾ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുമ്പോൾ എവിടെയെങ്കിലും അൺപെയർഡ് ഇലക്ട്രോണുകൾ വന്നാൽ, സിംഗിളായി നിൽക്കുന്ന ഇലക്ട്രോൺ വന്നാൽ ആ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആയിരിക്കും.
അല്ലെങ്കിൽ എന്തായിരിക്കും ഡയാമാഗ്നറ്റിക്. എല്ലാം പെയർ ആണെങ്കിൽ എന്തായിരിക്കും ഡയാമാഗ്നറ്റിക്. സിംഗിൾ ഇലക്ട്രോണുകൾ അൺപെയർഡ് ഇലക്ട്രോൺ എന്തായിരിക്കും പാരാമാഗ്നറ്റിക് ആയിരിക്കും. നോക്കുക ഹൈഡ്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അൺപെയർഡ് ഉണ്ടോ? പെയർഡ് അല്ലേ. therefore it is diamagnetic in nature. ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് കഴിയണം. ഇനി ഇതിന്റെ MO ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? വളരെ സിമ്പിൾ കാര്യമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് അല്ലേ. ഒന്നാമത്തെ ഹൈഡ്രജൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഹൈഡ്രജനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ അറിയാം 1s1. രണ്ടാമത്തെ ഹൈഡ്രജൻ എന്ത് തന്നെയാണ് 1s1 തന്നെയല്ലേ, വ്യത്യാസമില്ല. ഞാനിവിടെ അറ്റോമിക് ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലർ ഓർബിറ്റലിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നോക്കിയിരിക്കുക. ഒന്നാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ, ഫസ്റ്റ് ഹൈഡ്രജൻ. രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ അല്ലെ. ഈ രണ്ട് ഹൈഡ്രജൻ ചേർന്നാണ് H2 മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലെ. ഈ ഹൈഡ്രജന്റെ രണ്ട് ഹൈഡ്രജന്റെയും 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് നമുക്കറിയാം എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമോ അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. രണ്ട് 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ രണ്ട് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടണം. ഏതൊക്കെ നമുക്കറിയാം. ഏതൊക്കെയാണ്? 1s കമ്പൈൻ ചെയ്താൽ സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s ഉം ആണ് നമുക്കറിയാം. സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s ഉം. വരയ്ക്കുമ്പോൾ എനർജി കുറഞ്ഞ സാധനം താഴെ വരയ്ക്കണം. ഇത് എനർജിയുടെ ഓർഡർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് എനർജി കൂടുന്ന ക്രമമാണ്. ദാറ്റ് ഈസ് എനർജി കുറഞ്ഞ ബോണ്ടിങ് താഴെ വരയ്ക്കണം, എനർജി കൂടി ആന്റി ബോണ്ടിങ് മുകളിൽ വരയ്ക്കണം. 1s കമ്പൈൻ ചെയ്ത് നമുക്ക് അതിന്റെ മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം അല്ലേ. അതായത് നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽ നോക്കുക. 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ നോക്കിയേ, ഒരു ഇലക്ട്രോൺ. രണ്ടാമത്തെ ഹൈഡ്രജൻ 1s ഒരു ഇലക്ട്രോൺ. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നു, മോളിക്കുലർ ഓർബിറ്റൽ കിട്ടി. സിഗ്മ 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോണുകൾ. സിഗ്മ സ്റ്റാർ 1s ഇലക്ട്രോൺ ഇല്ല, വേക്കന്റ് ആയിക്കണം. ഇത്രയേ ഉള്ളൂ ഹൈഡ്രജന്റെ MO ഡയഗ്രാം. വളരെ സിമ്പിൾ ആയി വരയ്ക്കാൻ കഴിയുന്ന കാര്യമാണ്. ദെൻ രണ്ടാമത്തെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഹീലിയം മോളിക്യൂൾ He2. എങ്ങനെയായിരിക്കും He2 സ്വാഭാവികമായിട്ടും ഫോം ചെയ്യുക? ചിന്തിച്ചു നോക്കി കഴിയുന്ന കാര്യമാണ്. എങ്ങനെ? രണ്ട് ഹീലിയം ആറ്റങ്ങൾ ചേർന്നായിരിക്കും അല്ലെ. എത്ര ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാം? 2. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതറിയാം? 1s2. ഇവിടെ എന്ത് തന്നെയാണ് 1s2 എന്ന് പറഞ്ഞാൽ ഈ ഹീലിയം ആറ്റത്തിനകത്ത് 2 ഇലക്ട്രോൺ, ഈ ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ? 2. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 4 ആണെന്ന് ഓർത്തു വെക്കുക. MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണല്ലോ അപ് ടു 14 ആണ്. ഈ 1 2 3 4 എന്ന് പറഞ്ഞാൽ അപ് ടു 14 ആണല്ലോ. ഓർഡർ നമുക്ക് അറിയാം. ഇപ്പോൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. സിഗ്മ 1s എത്ര ഇലക്ട്രോൺ കൊടുക്കാം? സിഗ്മ 1s 2. ടോട്ടൽ 4 ഇലക്ട്രോൺ അല്ലേ. അടുത്ത ഓർബിറ്റ് സിഗ്മ 1s എടുത്താലാണ് സിഗ്മ സ്റ്റാർ 1s. എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം? 2. 4 ആയില്ലേ. ആവശ്യമുള്ള മുഴുവനും കൊടുത്തു. ഇനി അടുത്ത ഓർബിറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇലക്ട്രോൺ ഫില്ല് ആയി കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ എന്ത് കണ്ടുപിടിക്കാം? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാമല്ലോ. ബോണ്ട് ഓർഡർ half into number of bonding electron minus number of anti bonding. എത്രയാ ഇവിടുത്തെ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണം? സ്റ്റാർ ഉള്ളത് ആന്റി ബോണ്ടിങ്, സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്. സ്റ്റാർ ഇല്ലാത്ത ഒരു ഓർബിറ്റ് ഉണ്ടല്ലോ, എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് കേട്ടോ, ഇലക്ട്രോൺ എണ്ണ വേണ്ടത്. നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാ? സ്റ്റാർ ഉള്ളത് 2 ഇലക്ട്രോൺസ്. ഇവിടെ 2 ഇലക്ട്രോൺസ് അല്ലേ. ഹാഫ് ഇൻറ്റു 2 മൈനസ് 2 0. ഹാഫ് ഇൻറ്റു 0 0. ബോണ്ട് ഓർഡർ 0 കിട്ടിയല്ലേ. Bond order 0 കിട്ടിയാൽ there is no such molecule. Since the bond order is 0, there is no such a molecule. അങ്ങനെ മോളിക്യൂൾ ഉണ്ടോ? He2 എന്ന് പറയുന്ന മോളിക്യൂൾ ഇല്ല. ഇല്ലാത്ത മോളിക്യൂള് പാരയാണോ ഡയാണോ പറയേണ്ട കാര്യമുണ്ടോ? ബോണ്ട് ഓർഡർ എത്രയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ബോണ്ട് എത്രയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. സ്റ്റേബിൾ അല്ല, ഇങ്ങനെ മോളിക്യൂൾ ഇല്ല. ഇല്ലാത്ത മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡറിനെ കുറിച്ചിട്ടോ ബോണ്ട് എന്താണെന്നോ പാരയാണോ ഡയാണോ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. ബോണ്ട് ഓർഡർ 0 വന്നാലോ നെഗറ്റീവ് വന്നാലോ there is no such molecule. ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യവും ഇല്ല. ഓർക്കാൻ പറ്റുമല്ലോ, സിമ്പിൾ ആയിട്ട് ഓർക്കുക. ഇനി ഒരു മോളിക്യൂൾ കൂടി നിങ്ങളുടെ ഫോക്കസ് ഏരിയ പറയുന്നുണ്ട്, ഓക്സിജൻ. അപ്പൊ നമുക്ക് ഇനി ഓക്സിജൻ മോളിക്യൂളിന്റെ MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്സിജൻ മോളിക്യൂൾ, O2 മോളിക്യൂൾ. എങ്ങനെയാ ഫോം ചെയ്യുക? O2 മോളിക്യൂൾസ് നിങ്ങൾക്ക് അറിയാം. 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന O2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമോ? 8. ദാറ്റ് ഈസ് ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെയും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. ആറ്റം ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. ആറ്റത്തിന്റെ കേസിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണെന്ന് നമുക്കറിയാം. പ്രോട്ടോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ആറ്റം ആകുമ്പോൾ രണ്ടും ഈക്വൽ അല്ലേ. ദാറ്റ് ഈസ് ഇലക്ട്രോൺ എത്ര തന്നെയാണ്? 8. ദാറ്റ് ഈസ് 8 + 8 16 ഇലക്ട്രോണുകൾ ഉണ്ട് ഓക്സിജനകത്ത്.
ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഏത് ഓർഡർ ഫോളോ ചെയ്യും? അപ് ടു 14 ആണോ എബോവ് 14 ആണോ? 16 അല്ലേ? ദാറ്റ് ഈസ് 14നേക്കാൾ കൂടുതൽ സെക്കൻഡ് ഓർഡർ ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് ഇറഗുലർ. ദാറ്റ് ഈസ് അപ് ടു 14 ആകുമ്പോൾ ആൽഫബറ്റിക് ഓർഡർ, മറ്റൊരു ആൽഫബറ്റിക് ഓർഡർ അല്ല എന്ന കാര്യം ഓർത്ത് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 18 അല്ലേ ഇലക്ട്രോൺ ഫിൽ, സോറി 16 അല്ലേ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. സിഗ്മ 1s എത്ര ഇലക്ട്രോണെ കൊടുക്കാം? 2. അത് കഴിഞ്ഞാല് സിഗ്മ സ്റ്റാർ 1s എത്ര ഇലക്ട്രോണെ കൊടുക്കാം? 2. 4 ആയ മൊത്തം 16 ഉണ്ട്. അടുത്ത സിഗ്മ 2s എത്ര കൊടുക്കാം? 2. ദെൻ സിഗ്മ സ്റ്റാർ 2s എത്ര കൊടുക്കാം? 2. എത്ര ഇലക്ട്രോണായി? 2, 4, 6, 8 ആയി. ഇനി 8 കൂടെ ബാക്കിയുണ്ട് 16 അല്ലേ. അടുത്ത അത് കൊടുക്കണം. ഇവിടെയാണ് നമുക്ക് ഓർഡർ നോക്കാൻ. ആദ്യം വരേണ്ട സിഗ്മ 2pz അല്ലേ. ഓർഡർ ഇറഗുലർ ആകും, അതാണ് എബോവ് 14. സിഗ്മ 2pz എത്ര കൊടുക്കാം? 2. അടുത്ത ആര് കൊടുക്കുക? പൈ 2px ഈക്വൽ ടു പൈ 2p. ഓർബിറ്റൽ ആദ്യം എഴുതുക. ഇനി എന്ത് ഒബേ ചെയ്യുന്നത് ഇവിടെ? ഹൺസ് റൂള്. ആദ്യം എന്ത് ചെയ്യണം? ഓരോന്ന് വെച്ച് കൊടുത്തിട്ടേ പെയർ ചെയ്യാൻ പാടുള്ളൂ. 2, 4, 6, 8, 10 ഇലക്ട്രോണായി ബാക്കി 6 ഉണ്ട്. ഞാൻ ഓരോന്ന് വെച്ച് കൊടുത്തു. എത്രയായി? 2, 4, 6, 8, 10, 11, 12. ഇനി പെയർ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ എന്താണ്? കൊടുക്കാം. പെയർ ചെയ്തു അല്ലേ? എഴുതിയല്ലോ. എത്ര ഇലക്ട്രോണായി? 2, 4, 6, 8, 10, 12, 14 ആയി. അടുത്ത ആരാ വരേണ്ടത്? പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. സിമ്പിൾ അല്ലേ? ഇനി എത്ര ഇലക്ട്രോൺ? 2, 4, 6, 8, 10, 12, 14. ബാക്കി മിച്ചം എത്രയേ ഉള്ളൂ? 2. ആദ്യം എന്ത് ചെയ്യണം? ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിലേ പെയർ ചെയ്യാൻ പാടുള്ളൂ, അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇനി ബാക്കിയുണ്ടോ? ഇല്ല. 16 ഇലക്ട്രോൺ ആയല്ലേ. 2, 4, 6, 8, 10, 12, 14, 15, 16. വളരെ സിമ്പിൾ. ഇനി ആരെ കണ്ടുപിടിക്കാം? ബോണ്ട് ഓർഡർ. എങ്ങനെ കാണുക? ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? സ്റ്റാർ ഇലക്ട്രോൺ കൊണ്ട് ഇത് പറ. 2, 4, 6, 8, 10 ഇലക്ട്രോൺസിന് എണ്ണ വേണ്ട കേട്ടോ. മൈനസ് എത്ര ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് നോക്കി പറ? 2, 4, 5, 6. 10 minus 6. 10 minus 6 എത്രയാ? 4. ഹാഫ് ഇൻറ്റു 4, 2. പോസിറ്റീവ് അല്ലേ? എന്തൊക്കെ പറയാം? Since the bond order is positive, the molecule is stable. പിന്നെ ബോണ്ട് ഓർഡർ 2 ആയതുകൊണ്ട് ഓക്സിജൻ ആറ്റങ്ങളുള്ള ബോണ്ട് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. പിന്നെ ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ നോക്കുക. എവിടെയെങ്കിലും അൺപെയ്ഡ് ഇലക്ട്രോൺ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ. അൺപെയ്ഡ് വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. എല്ലാം പെയ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും എന്ന് കൂടെ ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ എംഒ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് എംഒ ഡയഗ്രാം വരയ്ക്കാൻ പോകും. നോക്കിയിരിക്കുക. ഓക്സിജൻ ആറ്റം അല്ലേ, 8 ആണല്ലോ അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2, 2s2, 2p4. രണ്ടാമത്തെ ഓക്സിജൻ ആറ്റം തന്നെയാണ്, 8 തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2, 2s2, 2p4. ഇവർ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? O2 മോളിക്യൂൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇനി ഇവയുടെ എംഒ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ഓക്സിജന്റെ 1s രണ്ടാമത്തെ ഓക്സിജന്റെ 1s നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവുക. നോക്കിയിരിക്കുക. ഒന്നാമത്തെ ഓക്സിജന്റെ 1s രണ്ടാമത്തെ ഓക്സിജന്റെ 1s നമ്മൾ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ഓക്സിജൻ ഓക്സിജൻ കേട്ടോ. നമുക്കറിയാം രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്ന് രണ്ട് മോളിക്യുലർ ഓർബിറ്റൽ. 1s ആണ് സിമെട്രിക് ഓർബിറ്റൽസിനെ ഫോം ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s. എനർജി കുറഞ്ഞത് താഴെ, എനർജി കൂടിയത് മേളിൽ. കാരണം എന്താണ്? എനർജിയുടെ ഓർഡർ ആണ് എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് ഇത്. എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്, അറിയാലോ. ഇനി 1s എത്ര ഇലക്ട്രോൺ നോക്കി പറ. മുകളിലുണ്ട് ഓക്സിജൻ ഉണ്ട് അല്ലേ. 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. രണ്ടാമത്തെ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. സിഗ്മ 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. സിഗ്മ സ്റ്റാർ 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. സിമ്പിൾ ആയി ഓർത്തൂടെ. അടുത്തത് 2s ഉം 2s ഉം കമ്പൈൻ ചെയ്യാൻ പോവുക. ഇതുപോലെ വരയ്ക്കുക. 1s ന്റെ എനർജി കൂടുതലാണ് 2s, അതുകൊണ്ട് 2s 1s ന്റെ മേളിൽ വരയ്ക്കണം. 2s രണ്ടാമത്തെ ഓക്സിജന്റെ 2s. രണ്ട് അറ്റോമിക് ഓർബിറ്റൽ എത്ര ഉണ്ടാകും? രണ്ട് മോളിക്യുലർ ഓർബിറ്റൽ. ഏതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നേ ഉള്ളൂ. സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s ഉം. സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s. ഇനി 2s എത്ര ഇലക്ട്രോൺ നോക്കി പറയാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 2s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഈ 2s എത്ര ഇലക്ട്രോൺ തന്നെ ഉണ്ട്? 2.
സിഗ്മ 2s എത്രയുണ്ട്? 2. സിഗ്മ സ്റ്റാർ 2s എത്രയുണ്ട്? 2. സിമ്പിൾ ആയി ഓർത്തൂടെ? അടുത്തത് 2p ഓർബിറ്റൽ കമ്പൈൻ ചെയ്യാൻ പോവുക. ഒന്നാമത്തെ ഓക്സിജന്റെ 2p, പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? 3. രണ്ടാമത്തെ ഓക്സിജന്റെ 2p, പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? 3. കമ്പൈൻ ചെയ്യണം അല്ലെ? ആദ്യം വരേണ്ട ആരാ? എബോവ് 14 അല്ലേ? ആദ്യം സിഗ്മ 2p z, then എന്താ? pi 2px equal to pi 2py, then pi star 2px equal to pi star 2py, then sigma star 2pz. ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് വരച്ചു വെച്ചിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഇത്? ഏതാ സാധനം? സിഗ്മ 2pz. എന്താ സാധനം? pi 2px equal to pi 2py, എന്താ? pi star 2px equal to pi star 2py, എന്താ? സിഗ്മ സ്റ്റാർ 2pz. എല്ലാം വെച്ചു. ഇനി ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. 2p എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒന്നാമത്തെ ഓക്സിജൻ 2p 4 അല്ലേ? ഹൺസ് ലോ ഒബേ ചെയ്യണം. 1 2 3 4. അടുത്ത 2p 4 തന്നെ അല്ലേ? 1 2 3 4. ഇനി സിഗ്മ 2px എത്ര ഇലക്ട്രോൺ നോക്കി പറ? 2. pi 2px 2, pi 2p 2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഹൺസ് ലോ ഒബേ ചെയ്യേണ്ടത്. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് മിച്ചം എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. അടുത്ത് pi star 2px 1, pi star 2py 1. ഇത്രയേ ഉള്ളൂ അതിന്റെ ഡയഗ്രാം. വളരെ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. വളരെ ബേസിക്കലി ഓർത്ത് വെച്ചേക്കണം. ഇനി ഇത് അറിയാമെങ്കിൽ നമുക്ക് ആരോടെ വേണം? നിങ്ങളെ ഫോക്കസിൽ ഇത്രേ പറയുന്നുള്ളൂ. ഹൈഡ്രജനും ഹീലിയം ഓക്സിജനും പറയുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആരും എഴുതാം. നൈട്രജന്റെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോണ്ടോട് കണ്ടുപിടിച്ച് ഇലക്ട്രോൺ ബോണ്ട് ഡയഗ്രത്തിൽ ഫിൽ ചെയ്യാൻ സാധിക്കും അല്ലേ? നമുക്ക് നൈട്രജൻ ആണെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടാകും? നൈട്രജൻ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? നമുക്കറിയാം. നൈട്രജൻ ആറ്റം എത്രയാ? 7. ദാറ്റ് ഈസ് ഒരു നൈട്രജൻ അകത്ത് 7 ഇലക്ട്രോൺ അല്ലേ? രണ്ട് നൈട്രജൻ എത്ര ഇലക്ട്രോൺ? 14 ഇലക്ട്രോണുകൾ ഉണ്ട് നൈട്രജൻ അകത്ത് അല്ലേ? ദാറ്റ് ഈസ് അപ് ടു 14. 14 വരെയുള്ള ഓർഡർ അല്ലേ ഫോളോ ചെയ്യുള്ളൂ. നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. 2 4 6 8 ആയി അല്ലേ? അടുത്ത ആരുടെ? അപ് ടു 14 അല്ലേ? അപ്പം കറക്റ്റ് ആൽഫബറ്റ് കൊടുക്കാം. 2px equal to pi 2py. ഓരോന്നിച്ച് കൊടുക്കുക അല്ലേ? 2 4 6 8 9 10 11 12. അടുത്തെന്താ? സിഗ്മ 2pz 2. എത്ര എണ്ണായി? 2 4 6 8 10 12 14 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണമെങ്കിൽ കണ്ടുപിടിച്ച് നോക്കാം. ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു എത്രയാ ബോണ്ടിങ് ഇലക്ട്രോൺസ്? 2 4 6 8 10. എത്ര ആന്റി ബോണ്ടിങ്? 2 2 4. സ്റ്റാർ ഉള്ളതല്ല ആന്റി ബോണ്ടിങ്. ഹാഫ് ഇൻറ്റു 6 എത്രയാ? 3. പ്ലസ് 3 കിട്ടിയില്ലേ? എന്തൊക്കെ പറയാം? മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്ന് പറയാം. ബോണ്ട് ഓർഡർ 3 ആയതുകൊണ്ട് നൈട്രജൻ ആറ്റങ്ങളുടെ ബോണ്ട് എന്താണെന്ന് പറയാം? ട്രിപ്പിൾ ബോണ്ട് ആണ് എന്ന് പറയാം. പിന്നെ ഇത് പാരാണോ ഡയാണോ? എല്ലാം പേരാ. therefore it is diamagnetic എന്നും പറയാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയ പറയുന്നില്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതുപോലെ ഡയഗ്രാം വരയ്ക്കാൻ കഴിയും. ഇതുപോലെ വ്യത്യാസം കാണത്തില്ല. ഇത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ആദ്യം വരയ്ക്കണം, എന്നിട്ട് ഇതിന്റെ മേളിലേക്ക് വരിക. ആ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി അതനുസരിച്ച് ഇലക്ട്രോൺ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൊടുക്കുക. സിംപ്ലി ഓർക്കുക. ഫോക്കസ് ഇല്ലാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്പീഡ് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. ഇത്രയും കാര്യം വളരെ ഭംഗിയായി പഠിച്ചു വെച്ചേക്കണം. നമ്മൾ ഒരു കാര്യം കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സ്പീഷീസുകളെ എനർജിയുടെ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറയും. സ്റ്റെബിലിറ്റിയുടെ അല്ലെങ്കിൽ എനർജിയുടെ ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ ഒക്കെ എഴുതാൻ പറയും. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. താഴെ കുറച്ച് സ്പീഷീസ് ഉണ്ട്. O2, O2+, O22+, O22-, O2-. ഇവയെ നമുക്ക് സ്റ്റെബിലിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാം. ആരുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ? സ്റ്റെബിലിറ്റി. ഇവിടെ ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്താൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആസ് ദി ബോണ്ട് ഓർഡർ ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ആൾസോ ഇൻക്രീസസ്. ബോണ്ട് ഓർഡർ കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. ബോണ്ട് ഓർഡർ കൂടിയാൽ ആര് കൂടും? സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും സാധനങ്ങളുടെ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക പ്രായോഗികമാണ്. കണ്ടുപിടിക്കാം, പക്ഷേ സമയം നമുക്ക് ലഭ്യമല്ല. അത്രയും സമയം 2 മാർക്കിന് എത്ര സമയം നഷ്ടപ്പെടുത്താൻ പറ്റൂ? 1 2 3 4 5 ഈ 5 എണ്ണത്തിന്റെയും MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. കാരണം O2 ഓക്സിജൻ മോളിക്യൂൾ ഇലക്ട്രോൺ എണ്ണം കൗണ്ട് ചെയ്യുക, MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ബോണ്ട് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്ന പ്രായമാണ്, പക്ഷെ നമുക്ക് സമയം നഷ്ടപ്പെടുത്തി പോകത്തില്ലേ? അവിടെ ചെയ്യേണ്ടുന്ന കാര്യം, ഇതിനകത്തൊരു മോളിക്യൂൾ ഉണ്ടാവും, അയോൺ അല്ലാതെ ഒരു മോളിക്യൂൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇവിടെ ആരാണ്? O2. നമുക്കറിയാം അതിന്റെ MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോണ്ട് ഓർഡർ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്സിജൻ അല്ലേ?
MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ബോണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? +2 എന്ന് നമുക്കറിയാം. എത്രയാണ് കിട്ടിയത്? അല്ലേ? ഓക്സിജന്റെ ബോണ്ട് ഓർഡർ എത്ര കിട്ടി? +2. കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇനി ഒന്നും കണ്ടുപിടിക്കേണ്ട ബാക്കി. O2 പ്ലസ് എന്താ മീനിങ്? O2 ആയിരുന്നു പ്ലസ് എപ്പോഴാണ് കിട്ടുന്നത്? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോ അല്ലേ? O2 ആയിരുന്നു, ആ ഓക്സിജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. അപ്പോഴല്ലേ പ്ലസ് ചാർജ് കിട്ടുക? ഇലക്ട്രോൺ എവിടെ നഷ്ടപ്പെടുക? ഔട്ടർ ഷെല്ലിൽ നഷ്ടപ്പെടും. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ O2ന്റെ ഔട്ടർ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് ഇതാണല്ലോ ഔട്ടർ. ദാറ്റ് ഈസ് ആന്റി ബോണ്ടിങ് ഒരെണ്ണം കുറഞ്ഞു. ഇവിടെ ആന്റി ബോണ്ട് എത്ര ഉണ്ടായിരുന്നു? 6 എന്തായി മാറും? അത് 5 ആയി മാറും. കാര്യം മനസ്സിലായോ? ആന്റി ബോണ്ടിങ് നഷ്ടപ്പെട്ടു. 6 ആയത് എന്തായി മാറി? 5. 10 - 5 എത്ര? 5. 1/2 into 5 എത്ര? 2.5 എന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മുടെ O2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ എത്ര കിട്ടും? 2.5. അതുപോലെ O2 2+. O2 ആയിരുന്നു, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെടുക? ഇവിടെ O2 ആകുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ഔട്ടറിൽ നിന്ന് 2 എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എവിടെന്നാ പോയത്? ആന്റി ബോണ്ടിങ് 2 പോയി. ഇവിടെ 6 ആയിരുന്നു അല്ലേ? 10 - 6 ആയിരുന്നു ഓക്സിജനകത്ത്. ആന്റി ബോണ്ടിങ് 2 പോയി മീൻസ് 10 - എത്രയായി മാറും? 4. 10 - 4 എത്രയാ? 6. 1/2 into 6 എത്ര കിട്ടും? 3. ദാറ്റ് ഈസ് ബോണ്ട് എത്രയായിരിക്കും? 3 ആയിരിക്കും. കാര്യം മനസ്സിലായോ? Then O2 2-. എന്താ മീനിങ്? O2 ആയിരുന്നു, 2-, 2 ഇലക്ട്രോൺ കൂടെ ഗെയിൻ ചെയ്തു അല്ലേ? O2 ആകുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ട്, 2 ഇലക്ട്രോൺ കൂടെ ഗെയിൻ ചെയ്തു. വരുന്ന ഇവിടെ തന്നെ ആയിരിക്കും, ഔട്ടർ തന്നെ വരിക. അപ്പൊ എന്താണ്? ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ വരും. ദാറ്റ് ഈസ് ആന്റി ബോണ്ടിങ് 2 കൂടും. ദാറ്റ് ഈസ് 10 - 6 ആയിരുന്നു O2-ല്, 2 കൂടിയത് എത്രയാവും? 10 - 8. 10 - 8 എത്രയാ? 2. 1 into 2 എത്രയാ? 1. ദാറ്റ് ഈസ് ഇവിടുത്തെ ബോണ്ട് ഓർഡർ എത്ര കിട്ടും? +1. അപ്പൊ O2 മൈനസ് ആയ മീനിങ് എന്താ? ഒരു ഇലക്ട്രോൺ കൂടെ വന്നു. ദാറ്റ് ഈസ് ഇവിടെ O2 ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അല്ലേ? ഒരു ഇലക്ട്രോൺ കൂടെ വന്നാൽ എവിടെ കൊടുക്കാം? ഇവിടെ പെയർ ചെയ്യാം അല്ലേ? 2. ദാറ്റ് ഈസ് ആന്റി ബോണ്ടിങ് ഒരെണ്ണം കൂടി. ഇവിടെ 6 ആയിരുന്നു, ആന്റി ബോണ്ട് ഒരെണ്ണം കൂടി എത്രയാവും? 10 - 7. ദാറ്റ് ഈസ് 3. ദാറ്റ് ഈസ് 1.5. അപ്പൊ നമുക്ക് എല്ലാ സ്പീഷീസുകളുടെയും ബോണ്ട് ഓർഡർ ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അറിയാം ബോണ്ട് ഓർഡർ കൂടി എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ബോണ്ട് ഓർഡർ കൂടുതൽ ആർക്കാണ്? O2 2+നാണ്. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി അതിന് കൂടുതലായിരിക്കും. അതിനേക്കാൾ സ്റ്റെബിലിറ്റി അല്പം കുറവായിരിക്കും O2+ന്. അതിനേക്കാൾ കുറവായിരിക്കും O2, അതിനേക്കാൾ കുറവായിരിക്കും O2-. ഏറ്റവും ലീസ്റ്റ് എന്നായിരിക്കും O2 2-. ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ എനർജി കുറവാർക്കായിരിക്കും? O2 2+നായിരിക്കും. എനർജി ഏറ്റവും കൂടുതലാർക്കായിരിക്കും? O2 2-. ഇത് വളരെ ബേസിക്കലി ഓർക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ MO തിയറി എന്ന ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. MO തിയറിയുടെ പോസ്റ്റേഴ്സ് പഠിച്ചു വെക്കുക, മോളിക്കുലർ ഓർബിറ്റൽസിനെ പരിചയപ്പെടുക, MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു വെക്കുക, ബോണ്ടുകൾ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കണം, അത് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ അസസ് ചെയ്യാൻ മനസ്സിലാക്കണം, അതുപോലെ MO ഡയഗ്രാം പഠിക്കാൻ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്റർ പഠിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വെക്കുക.